സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിലെത്തി ഹിജറ 2ാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊന്ന്, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ മഹത്വമുണ്ട് എന്നതാണ്. ബദരീങ്ങൾ എന്നാർക്കാ പറയുന്നത്? ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. വലിയ സ്ഥാനമാണ്, സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണ് അവർക്കുള്ളത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ ഷഹീദായ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മോൻ നഷ്ടപ്പെട്ട ഉമ്മയാണ് നബി തങ്ങളുടെ അടുക്കൽ വരുന്നത്. ബദറിൽ ഷഹീദായി കിടക്കുന്ന ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, ആ ഉമ്മയാണ് വരുന്നത്. ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് അറഫ്ത മൻസിലത ഹാരിസ മിന്നി, ഹാരിസത്തും ഞാനുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ, എന്റെ മോനോട് എനിക്കുള്ള സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ. ഫൈൻ യകുൻ ഫിൽ ജന്ന അസ്ബിർ വഅഹ്തസിബ്, എന്റെ മോൻ സ്വർഗത്തിലാവോ, എന്റെ മോൻ സ്വർഗത്തിലാകുമോ എന്നാ ഞാൻ നന്നായി ക്ഷമിക്കും, എന്നാ ഞാൻ അതിലൂടെ നല്ലോണം പ്രതിഫലം ആശിക്കും. അതല്ല വൈൻ തകുനിൽ ഉഖ്റാ, മറ്റേതെങ്കിലും ആണ് എന്റെ മോനെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ നബിയെ അതെനിക്ക് സഹിക്കാനാവില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൈഹക്ക്, എന്തേ നിനക്ക് പറ്റിപ്പോയത്? എന്തിനാ പേടിക്കുന്നത്? അവ ജന്നത്തിൻ വാഹിദത്തിൻ ഹിയ, ഒരു സ്വർഗമാണെന്നാണോ വിചാരിച്ചത്? സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗമാണെന്നാണോ വിചാരിച്ചത്? ഇന്നഹാ ജിനാനുൻ കസീറാ, ഒരുപാട് സ്വർഗങ്ങളുണ്ട്. വഇന്നഹു ഫീ ജന്നത്തിൽ ഫിർദൗസ്, നിന്റെ മോൻ ഫിർദൗസിൽ തന്നെ. ബദറിൽ പങ്കെടുത്തവർക്ക്, അതിൽ ഷഹീദായ ആളുകൾക്ക് അല്ലാഹു ഫിർദൗസ്, സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പിൽക്കാലത്ത്, ആ ബദറിൽ പങ്കെടുത്തവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളെ പോലും സഹാബത്ത് വിഷയമാക്കിയപ്പോ, മനസ്സിലാക്കണം, സഹാബത്ത് വിഷയമാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഗൗരവത്തോടെ താക്കീത് കൊടുക്കുക ചെയ്തത്. ആരെപ്പറ്റി ഞങ്ങൾ പറയുന്നത്? ഒരൊറ്റ ഉദാഹരണം പറയാ. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത മഹാനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മക്കയിലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മറ്റുള്ളൊക്കെ മക്കയിലുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തും അവിടെ ഉണ്ട്. അത് നഷ്ടമാകരുതെന്ന നിലക്ക്, വല്ലാത്തൊരു പ്രയാസമൊന്നുമില്ലാത്ത നിലക്ക് മക്കയിലേക്ക് ഒരു വിവരം, ഒരു ചാരപ്പണി രൂപത്തിൽ അറിയിക്കാൻ പാടില്ലാത്ത ഒരു രഹസ്യം, മുസ്ലിമീങ്ങളുടെ രഹസ്യം, അദ്ദേഹം ഒരു പെണ്ണിന്റെ കൈവശം ഒരു എഴുത്ത് മുടിക്കെട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞയച്ചു. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് പിടിക്കപ്പെട്ടു. ഒരു രഹസ്യം ചോർത്തിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാള്. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് വിവരം കിട്ടിയപ്പോൾ ചില സഹാബിമാര് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലാ യദ്ഖുലുന്ന ഹാത്തിബ് അന്നാർ, ഹാത്തിബ് നരകത്തിൽ കടക്കുന്നു ചെയ്യും. ഹാത്തിബിന് നരകം ഉറപ്പാണ്. വല്ലാത്ത വിഷമം കൊണ്ട് സഹാബിമാരിൽ പലരും സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പറഞ്ഞ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബ്ത, നീ കളവാ പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയായില്ല, കളവാ നീ പറഞ്ഞത്. ലാ യദ്ഖുലുഹാ, ഹാത്തിബ് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. ഫഇന്നഹു ശഹിദ ബദ്റൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്തയാളാണ്, ബദറിൽ പങ്കെടുത്ത മഹാനാണ് അദ്ദേഹം. അതെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വീണ്ടും അതിനെ സംബന്ധിച്ചു പറയുന്നു, വമാ യുദ്രീക, നിനക്കറിയില്ലായിരിക്കാം,
നിനക്കെന്തറിയാം അദ്ദേഹത്തെ കുറിച്ച്? ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നിനക്കറിയാമോ? ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബിമാർക്ക് ഒരു പോരിശയുണ്ട്, പ്രത്യേകതയുണ്ട്. ബദറിൽ പങ്കെടുത്ത ആളുകളെ ഇങ്ങനെ നോക്കിയിട്ട് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചോളൂ, ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് അതാ സ്വർഗം നിർബന്ധമാണ്, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പുറത്തു കൊടുക്കപ്പെട്ട മഹാന്മാരാണ് ബദരീങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ വലിയ പ്രത്യേകതയും പ്രാധാന്യം, ഈ പറഞ്ഞ ഹദീസുകളൊക്കെ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. വലിയ പ്രാധാന്യവും വലിയ പ്രത്യേകതയും ബദറിൽ പങ്കെടുത്ത മഹാന്മാർക്കുണ്ട്. ആ മഹത്വം വകവെച്ചു കൊടുക്കണം, അവരെ സ്നേഹിക്കണം. പക്ഷെ അവരെ വിളിച്ച് തേടിക്കൂടാ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. ബദരീങ്ങൾ പോരാടിയത് തന്നെയും റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. ആ ബദരീങ്ങളോടുള്ള സ്നേഹം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ബദരീങ്ങളെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടായാൽ അത് അവരീ ലോകത്ത് കാണിച്ച മഹനീയമായ ആദർശത്തിന്റെ കടക്കൽ കത്തിവെച്ചത് അറുത്തു മാറ്റലാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് ശിർക്കാണ് പ്രിയമുള്ളവർ. അപ്പോ ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ സ്ഥാനമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്നഹു ഖദ് സബത ബിഅദില്ലത്തിൽ കിതാബി വസ്സുന്നഹ് അന്ന അഫ്ളൽ ഉമ്മ അഹ്ലു ബദർ. പരിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരെന്ന് ചോദിച്ചാൽ അഹ്ലു ബദർ, ബദറിൽ പങ്കെടുത്തവരാകുന്നു എന്ന് അതേ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബുഖാരിയിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീകും, ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നിങ്ങളുടെ പരിഗണന എങ്ങനെയാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളോട് ചോദിക്കുകയാണ്, ബദറിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? എന്താണ് അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണവർ. ഔ അതല്ലെങ്കിൽ അവിടുന്ന് കലിമത്തൻ നഹ്വഹ, അതുപോലെയുള്ള വേറെ ഏതോ ഒരു വാക്കാണ് പറഞ്ഞത്. ഖാല, എന്നിട്ടതാ പറയുന്നു, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, അതുപോലെ തന്നെയാണ് മൻ ശഹിദ ബദറൻ മിനൽ മലായികതി, മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവർക്കും മലക്കുകളിൽ അത്യുന്നതമായ പദവിയാണുള്ളത്. ബദറിൽ മലക്കുകളും ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട്. ബദരീങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളിൽ മലക്കുകളും ഉണ്ട്. അപ്പൊ അവർക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം ബദരീങ്ങൾക്കുള്ളതുപോലെ മലക്കുകളിലും അവരെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ ഇത്രയും വിശദീകരിച്ചത്. ഈ യുദ്ധത്തിലുണ്ടായ പരാജയം ശത്രുക്കളെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. മക്കയിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി, പ്രതിഫലനങ്ങൾ ഉണ്ടായി, മദീനയിലുണ്ടായി. മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോ മദീനയിൽ ശക്തമായ ഒരു സ്വാധീനം മുസ്ലിമീങ്ങൾക്ക് ബദറിന്റെ ശേഷം ഉണ്ടായി. അവിടെ മേൽക്കോയ്മ നടിച്ചിരുന്ന യഹൂദികൾക്ക് വല്ലാത്തൊരു മാനസികമായ അസ്വാസ്ഥ്യമുണ്ടായി. അവരിൽ പലരും വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥ കാണാൻ സാധിച്ചു. മദീനയിൽ അവരുടേതായ വമ്പും അവരുടേതായ വീര്യവുമൊക്കെ ക്ഷയിച്ചു. ബാക്കിയുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും വളരെ പരാജിതരായി. പലരും ഇസ്ലാമിലേക്ക് ഒഴുകി. ബദർ യുദ്ധത്തിന്റെ ശേഷം ഇസ്ലാമിന് വല്ലാത്തൊരു വളർച്ചയാ ഉണ്ടായത് മദീനയിൽ. കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ കൂട്ടത്തിൽ ചിലർ മനമില്ലാ മനസ്സോടെ ഇനി എങ്ങനെ ഇതിലേക്ക് വരാതിരിക്കുക എന്ന നിലക്കും കടന്നു വന്നു. ശ്രദ്ധിക്കണം, എല്ലാവരും കടന്നു വരുന്നത് കണ്ടപ്പോ ചില ആളുകൾ മനസ്സിലാക്കി, ഇനിയിപ്പോ നമ്മളായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് എന്താ കാര്യം, നമ്മളും ഇതിന്റെ ഉള്ളിൽ കയറിക്കൂടാ. അങ്ങനെ കയറിക്കൂടിയവനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. ഇസ്ലാമിന്റെ കുപ്പായമിട്ട് വന്നു. അവനും ഇസ്ലാമായി കൊണ്ടുവന്നു. അവനെ കൊണ്ട് സമൂഹത്തിന് പിൽക്കാലത്തുണ്ടായ ശർറിന് കയ്യും കണക്കൂല.
മുനാഫിഖിന്റെ നേതാവായിക്കൊണ്ട് അവനൊരു കുറുമുന്നണി രൂപീകരിച്ചു. ഒരു മുനാഫിഖ് സേന രഹസ്യമായി അവന്റെ നേതൃത്വത്തിൽ ഒരു മുനാഫിഖിന്റെ ഒരു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ പ്രവർത്തിക്കാൻ ഗൂഢമായ ശ്രമങ്ങളുമായി കൊണ്ട് ഇതിന്റെ ശേഷം ഇവൻ പ്ലാൻ ചെയ്ത് ഒരു മുന്നണി അവൻ ഉണ്ടാക്കി. അതേ അവസരത്തിൽ മക്കയിൽ അവർക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവരുടെ വലിയ വലിയ നേതാക്കന്മാരും അധികായരായ 70 എണ്ണമാണ് വീണ് മലർച്ചടിച്ച് തകർക്കപ്പെട്ടത്. വലിയ വലിയ നേതാക്കളാ മരിച്ചത്. ചരിത്രം രേഖപ്പെടുത്തുന്നു, ആര് മരിച്ചാലും നാടൊട്ടാകെ ദുഃഖപ്രകടനം നടത്തി മാറത്തടിച്ച് നിലവിളിച്ച് അങ്ങാടികളിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മേൽക്കോയ്മ നടിച്ചിരുന്ന അറബികൾ ബദറിൽ അവരുടെ കൊലവമ്പന്മാര് പണി കഴിഞ്ഞിട്ടും അനങ്ങിയില്ലാന്നാണ്. ദുഃഖമില്ലാഞ്ഞിട്ടല്ല, വേദനയില്ലാഞ്ഞിട്ടല്ല, ദുഃഖവും വേദനയൊക്കെ അവർ മനസ്സിൽ ഒളിപ്പിച്ചു. വലിയ നേതാക്കൾക്ക് വേണ്ടി പോലും അവർ കരഞ്ഞില്ല. എന്തിന്? മുഹമ്മദും മുസ്ലിമീങ്ങളും അറിഞ്ഞാൽ ഓല് സന്തോഷിക്കൂലേ? നമുക്ക് ദുഃഖമുണ്ട്, അപ്പൊ ദുഃഖം അറിയരുത്, അതുകൊണ്ട് കരയണ്ട. എല്ലാവർക്കും ഓർഡർ കൊടുത്തു. മറ്റത് ആരെങ്കിലും മരിച്ചാൽ നായിഹാത്തുകളെ ഏൽപ്പിക്കലാണ്. മാറത്തടിച്ച് നിലവിളിച്ച് പുണ്യം വിളിച്ചു പറഞ്ഞ് മേന്മ തറഞ്ഞ് ആകെക്കൂടി നാടൊട്ടാകെ കരഞ്ഞ് ബഹളമുണ്ടാക്കാൻ കരച്ചിൽക്കാരികൾ ഉണ്ടായിരുന്നു അന്ന് മക്കയിൽ. മിണ്ടിയില്ല ആർക്കും വേണ്ടി. എല്ലാവരും ദുഃഖം മനസ്സിലൊളിപ്പിച്ചു, പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല. മുസ്ലിമീങ്ങൾ സന്തോഷിച്ചാലോ എന്ന് പേടിച്ചിട്ട് അവർ കോപ്പ് കൂട്ടി. മനസ്സിൽ പ്രതികാരത്തിന്റെ അഗ്നി അവർ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും. അങ്ങനെ ഒരുക്കി 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 അന്ന് മുതൽ അവർ എണ്ണിക്കാത്തിരുന്നു. 70 എണ്ണത്തെ കൊന്നതിന് പകരം നമ്മൾ എണ്ണി എണ്ണി ചോദിക്കും. ആ പ്രതികാരത്തിന്റെ വാഞ്ചയിൽ നിന്നാണ് പിറ്റേ കൊല്ലം, ഒരു കൊല്ലവും ഒരു മാസവും തികഞ്ഞ് ശവ്വാലിൽ ഉഹദിൽ വെച്ച് മുസ്ലിമീങ്ങളുമായിട്ട് പോരാട്ടത്തിന് അവർ കോപ്പുകൂട്ടി ഇറങ്ങി വന്നത്. ഇൻഷാ അല്ലാഹ് ഉഹദും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യണം, പഠിക്കണം, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ ഏത് കാര്യങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെയും നമ്മുടെ വിശ്വാസത്തെ വളരെയേറെ ദൃഢീകരിക്കുവാനും നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുവാനും നമുക്കെല്ലാം അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ എല്ലാ രംഗത്തും നിലനിർത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അന്തസ്സോടെ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والسلام عليكم.